എന്റെയൊക്കെ വീട്ടിലുണ്ടല്ലോ, ഞങ്ങൾ രാവിലെ എണീറ്റ ആദ്യം അല്ല എല്ലാരും, പിന്നെ വകയിലൊരു ചേട്ടനുണ്ട്, പുള്ളി കുറച്ച് ഡിസിപ്ലിൻഡാ. വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, എന്തിനേറെ പറയുന്നു ഫോൺ പോലും ഇല്ല. സത്യമായിട്ടും ജയിലിൽ ഇതൊന്നും അലൗഡല്ല. ചുമ്മാ ചേട്ടൻ പോലും പരോളിന് ഇറങ്ങുമ്പോ ഇത് തന്നെയാ. ചേട്ടാ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്റെ മാമനെ കാണാൻ കയറി. പുള്ളിക്ക് തീരെ വയ്യ, ICUലാണ്. എന്നെ കണ്ടോണ്ടേ ചാടി എണീറ്റിരുന്ന് അടുത്തോട്ട് വിളിച്ചു. കള്ളൻ, വീടും പറമ്പൊക്കെ മോളെടുത്തോ എന്ന് പറയാനായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അടുത്ത് എന്നപ്പോ പറയാ ആ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓൺ ചെയ്യാൻ. വാട്സപ്പ് നോക്കിയിട്ട് 4-5 ദിവസമായിരുന്നു. ഏതാ മൂത്രം പോയിട്ട് 4-5 ദിവസമായി. അതൊന്നും ഒരു പ്രശ്നേ അല്ല. അത് ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ തന്നെ ഉണ്ടല്ലോ, ഞാൻ ഈ വാട്സപ്പ് ഒക്കെ കാണുന്നത് വീട്ടിലെ ഫ്രിഡ്ജ് പോലെ. അകത്തൊന്നും ഇല്ലെന്നറിയാമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കണം, ഒരു മനസ്സുഖം. പണ്ട് ഞാൻ എൻ്റെ മണ്ടൻ ചോദ്യങ്ങള്, പുളിശ്ശേരിയിൽ എത്ര പുളി ഇടണം, ഉപ്പുമാവിൽ എത്ര ഉപ്പ് ഇടണം, ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അമ്മേനോടാണ്. ഇപ്പൊ ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത് യൂട്യൂബിനോടാണ്. എൻ്റെ ഒരു അനിയത്തിയുണ്ട്, അവള് ബെഡ്ഷീറ്റ് വിരിക്കുന്നത് വരെ ട്യൂട്ടോറിയൽ നോക്കിയ. കഴിഞ്ഞ മാസം എൻ്റെ അമ്മമ്മയുടെ 70ാമത്തെ പിറന്നാളായിരുന്നു. അപ്പൊ എല്ലാരും കൂടെ വിചാരിച്ചു വെളിയിൽ പോയി കഴിക്കാമെന്ന്. അപ്പൊ അവള് റിവ്യൂ കണ്ട് ഒരു കിഡിലെ സ്ഥലം കണ്ടുപിടിച്ചോണ്ട് വന്നു. ഗ്രേറ്റ് ആംബിയൻസ്, ട്രഡീഷണൽ ഫുഡ്, 5 സ്റ്റാർ റേറ്റിംഗ്, ഓ സൂപ്പർ. ചെന്നപ്പോഴോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹൈവേയുടെ സൈഡിൽ പോലീസ് വന്നാൽ പെറുക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന പോലത്തെ ഒരു സെറ്റപ്പ്. 4-5 ദിവസമായ ട്രഡീഷണൽ ഫുഡ് സെർവ് ചെയ്യുക. ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയയെ മോശമായിട്ട് ചിത്രീകരിക്കുന്നല്ല കേട്ടോ. അതല്ല, അതിന് മുന്നൊരു സാധനമുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് അവളോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ, നിന്റെ പേഴ്സ് ഒന്ന് കാണിച്ചേ, അതിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. എന്തായിരിക്കും അവസ്ഥ? അടി വരുന്ന വഴി അറിയൂല. പക്ഷെ ഇതേ സാധനം യൂട്യൂബിൽ ചോദിച്ചാൽ വാട്ട്സ് ഇൻ മൈ ബാഗ് സെഗ്മെന്റ് ആയി. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പെണ്ണുങ്ങളുടെ ബാഗില് വില കൂടിയ ചാന്തും പൊട്ടും കണ്ണാടിയും ഒക്കെ ആണ്. ആരുടെയെങ്കിലും കയ്യിൽ എൻ്റെ ബാഗ് കിട്ടുവാണെങ്കിൽ സ്നേഹം കൊണ്ട് പറയുക, ടോർച്ച് അടിച്ചിട്ടേ കൈ ഇടാവുള്ളൂ. കാരണം കഴിഞ്ഞ ആഴ്ച കഴിച്ച കടലമുട്ടായുടെ കടലാസ് മുതൽ 7ാം ക്ലാസ്സിലെ SD കാർഡ് വരെ കാണും ഇതിനകത്ത്. പിന്നെ മറ്റൊരു ട്രെൻഡ് ഉണ്ട്, വാട്ട് ഇസ് യുവർ ഔട്ട്ഫിറ്റ് വർത്ത്. എത്ര രൂപയാണ് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഉടുപ്പിന്റെ വില, അത്രേ ഉള്ളൂ. ഇത് ഇവരാരോട് വേണമെങ്കിലും ചോദിക്കും. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നോക്കിയപ്പം ഒറ്റമുണ്ട് ഉടുത്തിക്കുന്ന ഒരു അപ്പൂപ്പനോട് ചോദിക്കുക, വാട്ട് ഇസ് യുവർ ഔട്ട്ഫിറ്റ് വർത്ത് എന്ന് ചോദിക്കാം. പക്ഷെ പ്രായം നോക്കണം. ഞാൻ ഇതിനെ, അതായത് സോഷ്യൽ മീഡിയയെ മോശമാണെന്നൊന്നുമല്ല കേട്ടോ പറയുന്നത്. കോവിഡ് സമയത്തൊക്കെ നോക്കുവാണെങ്കിൽ സോഷ്യൽ മീഡിയ കാരണം നല്ല മാറ്റങ്ങളും വന്നിട്ടില്ലേ. ഇപ്പൊ കല്യാണങ്ങൾ എടുക്കുവാണെങ്കിൽ സ്വന്തം കൊച്ചുമോടെ കല്യാണത്തിന് വീട്ടിൽ വന്ന് കുറിയിട്ടില്ല എന്ന് പറഞ്ഞ് വരാതിരുന്ന അപ്പൂപ്പന്മാര് വരെ എന്താ ചെയ്തോണ്ടിരുന്നേ? കോവിഡ് സമയത്ത് അങ്ങോട്ട് വിളിച്ചു പറയും, എടാ ഷിബുവേ വാട്സപ്പിൽ കുറിയിട്ടാൽ മതി, നമ്മൾ യൂട്യൂബിൽ വന്ന് കല്യാണം കണ്ടോളാവുന്നു. അവിടെ നിൽക്കുന്നില്ല, അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ട് കമന്റ് സെക്ഷനിൽ വന്ന് നവവധുവിനും വരനും ഒക്കെ ഒരു ആശംസ ഇട്ടിട്ടേ ഇവർ പോത്തുള്ളൂ. അത് പറഞ്ഞപ്പോഴാ കമന്റ്സ്. ഞാനുണ്ടല്ലോ വീഡിയോ മാത്രമല്ല കാണുന്നത്, ഞാൻ കമന്റ്സ് കുത്തിയിരുന്ന് വായിക്കുന്ന ഒരാളാണ്. കമന്റ് സെക്ഷനിൽ കുറച്ച് ക്ലീഷകളുണ്ട്. തമാശ വീഡിയോകളുടെ താഴെ തമാശ വെക്കുന്ന ഒരു ചേട്ടൻ, പാട്ട് വീഡിയോകളുടെ അടിയിൽ എല്ലാ വർഷവും പാട്ട് കേൾക്കാൻ വന്നവരുടെ അറ്റൻഡൻസ് എടുക്കുന്ന ഒരു ചേട്ടൻ, പൊട്ട് പോലും തൊടാതെ വെളിയിൽ പോകുന്ന ഞാൻ എന്ന കമന്റ് ഇടാൻ വേണ്ടി മാത്രം മേക്കപ്പ് ട്യൂട്ടോറിയൽ കാണുന്ന ഒരു ചേച്ചി, ഒക്കെ കമന്റ് സെക്ഷനിലെ സ്ഥിരം കഥാപാത്രങ്ങളാണ്. പിന്നെ ഈ ചേച്ചിയും ചേട്ടനെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അവര് ടെറിട്ടറി മാർക്ക് ചെയ്തേക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഫേസ്ബുക്ക്. എൻ്റെ അമ്മയൊക്കെ ഉണ്ടല്ലോ, രാവിലെ എണീറ്റ് ദോശ ചുട്ട അതിടുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലോട്ടാ. അതിന്റെ തൊട്ടപ്പുറത്തുള്ള തേങ്ങാ ചമ്മന്തിയുടെ ഫോട്ടോ ഇട്ടിട്ട് ചോദിക്കും, ഇതിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ വിളിക്കുന്നതെന്ന്. അച്ഛനെ പറ്റി പറയുവാണെങ്കിൽ, നിങ്ങൾ രമേശ് ചേട്ടന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ മുകളിലുള്ള ക്യാപ്ഷൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പൊ ഒരു ക്യൂട്ട് പട്ടിയുടെ കൂടെ ഫോട്ടോ ഇട്ട അന്നത്തെ ക്യാപ്ഷൻ കൂട്ടുകാരൻ അല്ല ക്യൂട്ടുകാരൻ ആയിരുന്നു. അതുപോലെ ഒരു ചുവന്ന ഷർട്ട് ഇട്ട ദിവസമാണെങ്കിൽ അന്ന് പിഷാ റെഡ്ഡിയാ. ഇതൊരു തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി. ഞാൻ പിന്നെ ഒരു ക്രിയേറ്റിവിറ്റി കണ്ടിട്ടുള്ളത് എൻ്റെ അച്ഛൻ്റെ ഫേസ്ബുക്ക് കമന്റ്സിലാണ്. ക്രിയേറ്റിവിറ്റി നന്നായിട്ട് കൂടുമ്പോൾ ഞാൻ വിളിച്ചു പറയും, അച്ഛാ ഇങ്ങനെ കമന്റ് ഇടല്ലേ, അങ്ങനെ കമന്റ് ഇടല്ലേ എന്ന്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞില്ല. പുള്ളിയുടെ ഫ്രണ്ട് ലിസ്റ്റില് ഞാൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ട് എന്നെയും കുടുംബത്തിലുള്ള 10-12 പേരെ ബ്ലോക്ക് ചെയ്തേക്കുക. ഒരാവശ്യമില്ലായിരുന്നു. പിന്നെ ഇപ്പൊ കേരളത്തിൽ നിന്ന് കാനഡയിൽ പോയതിനേക്കാളും കൂടുതൽ യൂത്ത് ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിലോട്ട് പോയിട്ടുണ്ട്. പണ്ടൊക്കെ ചേച്ചിമാര് സാരിയും ചുരിദാറും ഒക്കെ ഗ്രാമത്തിലെ വീടുകളിലാണ് വിറ്റുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ വിൽക്കുന്നത് ഇൻസ്റ്റഗ്രാമത്തിലെ ഫീഡുകളിലാണ്. അതുപോലെ പണ്ടൊക്കെ പിള്ളേര് പരീക്ഷയ്ക്ക് തോറ്റ അവര് പറയും ഫ്ലൂ പിടിപെട്ടോണ്ടാണെന്നൊക്കെ. പക്ഷെ ഇപ്പൊ അവര് പറയുന്നത് കുഞ്ചാക്കോവൻ അവരുടെ റീലിന് കമന്റ് ഇടാത്തോണ്ടാണെന്നാണ്. നിങ്ങൾ
നിങ്ങൾ കണ്ടിട്ടില്ലേ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഉണ്ണിക്കുട്ടൻ, ഇഫ് ചാക്കോച്ചൻ കമന്റ്സ് ഓൺ മൈ റീൽ ഐ സ്റ്റാർട്ട് സ്റ്റഡിങ് ഫോർ ടുമോറോസ് ഓണപരീക്ഷ. അതുപോലെ ഇപ്പൊ ആരുടെ ശബ്ദം വെച്ച് വേണമെങ്കിലും പാട്ടുകൾ ഉണ്ടാക്കിയിടാലോ. കൊച്ചു പിള്ളേരൊക്കെ വിചാരിച്ചു വെച്ചേക്കുന്നത് മോദിജി ഒരു പാട്ടുകാരനാണെന്ന്. ഇപ്പൊ ഈ പറയുന്ന ഞാൻ തന്നെ പണ്ടൊക്കെ കൂട്ടുകാരോട് സ്നേഹം കാണിക്കാനായിട്ട് നല്ല മീൽസ് ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ആളാ. ഇപ്പൊ തച്ചിനിരുന്ന് ഇൻസ്റ്റാഗ്രാം റീൽസ് അല്ലേ ഷെയർ ചെയ്യുന്നത്. ഇങ്ങനൊക്കെയാണെന്ന് പറഞ്ഞാലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ധൈര്യമാണ്. കണ്ടന്റുകളുടെ അതിപ്രസരം മൂലം നമ്മളൊരു വീഡിയോ ഇട്ടാൽ ആരും കാണൂല. ഈ കാണുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നവരോട്ട് ഓർക്കത്തുമില്ല. ഇതൊരു ധൈര്യമാണ്. ഈ ധൈര്യത്തിലാട്ടോ ഞാനിങ്ങോട്ട് വന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. അഞ്ജലി, ചില കാര്യങ്ങളിൽ ഒരു വലിയ സന്തോഷം എന്താ പറയുക, ഞാനിന്ന് അഞ്ജലി പെർഫോം ചെയ്യുമ്പോൾ അഞ്ജലിയുടെ ആദ്യത്തെ പെർഫോമൻസിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അഞ്ജലി വന്നിടത്തു നിന്നൊക്കെ വണ്ടി എടുത്തിട്ട് അഞ്ജലിക്കുള്ള ടെൻഷനുകൾ മാറ്റിയിരിക്കുന്നു. അഞ്ജലിക്ക് വളരെ ക്ഷമാപൂർവം സൗകര്യപൂർവ്വം ഓരോരോ വിറ്റായിട്ട് പതുക്കെ 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 കൃത്യമായിട്ട് വിളമ്പുന്നു. അഞ്ജലി തന്നെ ചിരിക്കുന്നു, രസിക്കുന്നു. നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു, നല്ല രസമായിരുന്നു, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. ആ സ്ക്രിപ്റ്റ് എല്ലാം അത്യാവശ്യം കുറച്ച് വിറ്റുകളേ ഉള്ളൂ. അതെല്ലാം എങ്ങനെ ഏൽപ്പിക്കാവോ അങ്ങനെ ഭംഗിയായിട്ട് വിറ്റ് വിളമ്പിപ്പോയി. അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു കേട്ടോ. അഞ്ജലി അല്ലേ രാവിലെ തലയിറങ്ങി വീണത്? എല്ലാം കഴിഞ്ഞോ, മാറിയോ? ട്രിപ്പ് ഇട്ടോ അവിടെ പോയിട്ട്? ട്രിപ്പ് ഇട്ട് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞൊക്കെ ഉള്ള സ്റ്റാൻഡപ്പ് കോമഡിയുടെ സ്ക്രിപ്റ്റ് അതിനകത്ത് കിടക്കുന്ന മുഴുവനായിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ചെറിയൊരു ക്ഷീണമില്ലായിരുന്നെങ്കിൽ ഇവിടെ ഫോട്ടോ എടുക്കുന്ന ഒരു സുജേഷ് ഇമാജിയും ഉണ്ട്. അവന് ഒരു ദിവസം കാലൊന്നും ഇങ്ങനെ പിടഞ്ഞിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് എക്സ്റേ എടുത്തു. കുറെ നേരം വെയിറ്റ് കഴിഞ്ഞപ്പോൾ ഡയാനയുടെ ഫോട്ടോ വന്നതിനകത്ത്. അതെന്താ അവന്റെ ബോഡി ഫോട്ടോസ്റ്റാറ്റ് മെഷീനാണോ? അല്ല, അവൻ അങ്ങനെ അത്രയും. അല്ല, സുജേഷാണ് എന്റെ ഇവിടുത്തെ ഫ്ലോറിൽ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോസ് എടുക്കുന്ന സുജേഷാണ്. ഈ ഫ്ലോറില്, അതായത് ഈ ഫ്ലോറില് ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഇതിന്റെ തമ്പനയിലുകൾ ഉണ്ടാക്കാനും പോസ്റ്ററിനും ഒക്കെ വേണ്ടി ഫോട്ടോ എടുക്കാൻ വിളിച്ചതാണ് സുജേഷ് ഇമാജിയോനെ. അതിപ്പോ ഡയാന പറഞ്ഞില്ലേ ഇതാണ് എന്റെ ഒഫീഷ്യൽ എന്ന് പറഞ്ഞില്ലേ, ആ അവസ്ഥയാണ് ഇവിടെ. ഏതാണ്ട് ചോദിച്ചല്ലോ എന്നോട് ഫോട്ടോ എടുക്കണോ? ഇവിടെ വന്നിട്ട് ഫുഡ് വേണോന്ന് ചോദിച്ചില്ലല്ലോ. ഫോട്ടോ വേണമെന്നല്ലാതെ ഫുഡ് വേണോന്ന് ഇതുവരെ ആരും ചോദിച്ചില്ല. ഫുഡ് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം, ഫോട്ടോ വേണമെങ്കിൽ അത് അറേഞ്ച് ചെയ്യാം. രാഹുലിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. സുജേഷ് സ്റ്റേജിൽ കയറി ഒരു ഫോട്ടോ എടുത്തു കൊടുക്കും. സുജേഷ്, നമ്മുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ സുജേഷെ കാണാനുള്ള ഒരു അവസരമാണിത്. എടുത്തോ. സുജേഷിന്റെ വീടോടെ? കോലഞ്ചേരി. അതെ. ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ പരിപാടി? ഷൂട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോകണം. കാര്യം ചെയ്യും, എന്റെ കൂടെ കൂടിച്ച് എന്റെ യൂട്യൂബ് ചാനലിന്റെ ഫോട്ടോഗ്രാഫർ ആയിക്കോ. ഇല്ല, അത് കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്. നമ്മളാ നിർത്തിയേക്കെങ്കിലും 2300 ഫോട്ടോ ഡയാനയുടെ എടുക്കുമ്പോഴാണ് ഒരെണ്ണം നമ്മൾ എടുക്കുന്നത്. അങ്ങനെയായി. ഓക്കെ.